ഉച്ചയ്ക്ക് എവിടെയെങ്കിലും കഴിക്കാൻ പോകുന്നതിൻ്റെ കർണാടക ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന പേരാണ് റൊട്ടിമന. എനിക്കാണെങ്കിൽ റൊട്ടിമന എന്ന് കേൾക്കുമ്പോൾ മുമ്പ് ഒരു കർണാടക ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് നോർത്ത് കർണാടക ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റൊട്ടിയും ചോറും ഈ പറഞ്ഞ കണക്ക് വെജ് ഫുഡുമാണ്. ഇതിനകത്ത് ബിന്ദി, നമ്മുടെ മറ്റേ വെണ്ടയ്ക്ക, എനിക്കാണെങ്കിൽ ഈ പച്ചക്കറികൾ തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ സൈഡിലൊരു മീൻ ഫ്രൈ പോലും ഇല്ലാതെ എനിക്ക് ചോറ് ഇറങ്ങാത്ത ഒരാളാണ്. ഞാൻ റൊട്ടിമനയിലേക്ക് എന്തിനാണ് കെട്ടിയെടുക്കണമെന്ന് എനിക്ക് അന്ന് തോന്നിയതാണ്. പക്ഷേ ആ തോന്നൽ തെറ്റിച്ചുകൊണ്ടായിരുന്നു റൊട്ടിമനയിലെ പരിപാടികൾ. നല്ല കിടില ഫുഡായിരുന്നു സത്യം പറയാലോ. ഈ വെജ് ഫുഡാണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ ഒരുമാതിരി ഹോസ്റ്റലിലൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് എന്തെങ്കിലും വാരിക്ക് വരിയിട്ടിട്ടല്ല വെജ് കറി ഉണ്ടാക്കേണ്ടത്. അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ നൈസായിട്ട് ആ റൊട്ടിയൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് തൈരൊക്കെ ഉണ്ട്. ആ തൈരിൽ കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ചാൽ എനിക്ക് ഞാൻ 3 റൊട്ടി അങ്ങോട്ട് വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളൊരു വെറൈറ്റി നോർത്ത് കർണാടക ഫുഡാണ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉടുപ്പിയിൽ റൊട്ടിമന മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഗൈസ്.